പശ്ചിമേഷ്യയിൽ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയിൽ അനിശ്ചിതത്വം ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും സംഘവും ഇന്ന് പാക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് മടങ്ങിപ്പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമേരിക്കൻ സംഘവുമായി കഴിഞ്ഞ തവണ നടന്നതുപോലെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായേക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അമേരിക്കൻ സംഘം രാത്രിയോടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെത്തും എന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. ഹോർമൂസ് തുറക്കണം എന്ന കാര്യത്തിലും യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നതിലും അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നാവിക ഉപരോധം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ബി ദിലീപ് കുമാർ, ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് വല്ലാത്ത പുലിവാലി പിടിച്ച പോലെയായി. കാര്യം ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എത്ര നാവിക ഉപരോധം ഏർപ്പെടുത്തിയാലും ഇറാനുള്ളൊരു മേൽക്കൈ ഇല്ലാതാകുന്നില്ല. അതെ, എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോഴല്ല ഈ ട്രംപ് പിടിച്ച പുലിവാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോഴും ആ നിലപാടിൽ നിൽക്കുന്നെങ്കിലും നേരത്തെയുള്ള കടുത്ത നിലപാടിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പിന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പറയാറുണ്ടല്ലോ, ഈ രണ്ടടി മുന്നോട്ട് ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്ന നിലയിലാണ് അമേരിക്ക ഈ വിഷയത്തെയെല്ലാം സമീപിക്കുന്നത്. ഇറാൻ ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിൽ സംഘം ഇസ്ലാമാബാദിലെത്തി. അവിടെ പാകിസ്ഥാൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അവിടുത്തെ സൈനിക മേധാവി അസിം മുനീർ എന്നിവരുമായെല്ലാം ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ സംഘം ഇനി ഇസ്ലാമാബാദിലേക്ക് വരാനിരിക്കുന്നുണ്ട്. പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം ജെറാഡ് കുഷ്ണറും ഇസ്ലാമാബാദിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ വരാനിരിക്കുമ്പോൾ അവരോട് പറയേണ്ട കാര്യങ്ങളാണ് ഇറാൻ്റെ സംഘം ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഇറാൻ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് വരികയാണെങ്കിൽ അത് ഇറാൻ പറയുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്കനുസരിച്ച് മാത്രമേ ആ ഒത്തുതീർപ്പ് കരാർ കൊണ്ടുപോകാവൂ എന്ന നിലപാടാണ് ഇന്നിപ്പോൾ ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയെ അവരിനി ഇക്കാര്യം അറിയിക്കും. അവർ നേരിട്ട് ഏതായാലും ഇറാനും അമേരിക്കയും തമ്മിൽ എനിക്ക് തോന്നുന്നത് ഈ രണ്ടാം ഘട്ട ചർച്ചയും ഏതാണ്ട് വഴിമുട്ടിയ സാഹചര്യം. വഴിമുട്ടി എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല. കാരണം എന്ന് വെച്ചാൽ ഇറാൻ ഒരടി പോലും തീരുമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയെ അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ നേരിട്ട് അമേരിക്കൻ സംഘവുമായി ഒരു ചർച്ചയ്ക്ക് ഇറാന്റെ പ്രതിനിധികൾ തയ്യാറുമല്ല. അതുകൊണ്ട് അവർ പറയുന്നത് പാകിസ്ഥാനെ മധ്യസ്ഥതയിൽ നിർത്തിക്കൊണ്ട് പാക് പ്രതിനിധി സംഘവുമായി നടത്തുന്ന ചർച്ച, അതിൽ ഞങ്ങളുടെ വ്യവസ്ഥകൾ പറയും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും, അത് അമേരിക്കയുമായി പിന്നീട് സംസാരിക്കൂ എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും കൂടുതൽ സങ്കീർണമായി തന്നെ തുടരുന്നു. അവിടുത്തെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണം, അമേരിക്കൻ നാവികസേന നടത്തിയിരിക്കുന്ന ഉപരോധം, ഇതിലൊക്കെ വിട്ടുവീഴ്ച വേണം എന്നത് ഇറാന്റെ നിലപാടാണ്. മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിലും ഹോർമൂസിന്റെ കാര്യത്തിലുമൊക്കെ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല. സമാധാന ചർച്ചകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ രണ്ട് ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, ഇസ്രായേലിന് വേണ്ടി ഈ പണിയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ പിൻവാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചിട്ട് 50 ഡേയ്സ് 50 ദിവസം പൂർത്തിയായ ദിവസമാണ്. ഇന്ന് 51 ദിവസമാണ്. അമേരിക്ക പോലും ലോകരാജ്യം വിചാരിച്ചിട്ട് അത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും ഒരൊറ്റത്തവണ പോലും ഇറാൻ കീഴടങ്ങുന്ന രീതി സമീപനം പോലും കാണിച്ചാൽ മാത്രമല്ല ഇറാന്റെ ആകാശമൊന്നും ആകാശ പെരുമഴ പോലെ മിസൈൽ പെയ്യുമ്പോഴും ഇറാൻ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഹോർമൂസ് ഇറാൻ അടച്ചു. അതിന് തൊട്ടിപ്പുറത്ത് അമേരിക്കൻ ഉപരോധം കൂടി ആകുമ്പോൾ ഓൾമോസ്റ്റ് ഹോർമൂസ് പൂർണ്ണമായി ക്ലോസ് ചെയ്ത അവസ്ഥയാണ്. ഏതായാലും ഇനി ആ ഹോർമൂസ് കടന്നു വരുന്ന ഇറാൻ കപ്പലുകൾ അമേരിക്ക തടയുന്നുണ്ട്, അല്ലാത്ത കപ്പലുകൾ ഇറാൻ തടയുന്നു. അങ്ങനെ ഹോർമൂസ് ഏതാണ്ട് 0% ട്രാഫിക്കിലേക്ക് അവിടെ പോകുന്നുണ്ട്. അത് ബാധിക്കാൻ പോകുന്ന ഇന്ധനവില എണ്ണവിലയാണ്. അപ്പോഴും ഇറാൻ അടിയുറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇറാനെ കൂടി ബാധിക്കാൻ പോകുന്നു. ഇറാനിലും ഈ പറയുന്ന എണ്ണ കുഴിച്ചെടുത്ത് ശേഖരിക്കേണ്ട കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനും ഇനിയിപ്പോൾ ഹോർമൂസ് അധികം അടച്ചിട്ടുള്ള അത്ര നല്ല സാഹചര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇറാൻ വളരെ വ്യക്തമായി സന്നിഗ്ധമായി പറയുന്നു, അല്ലെങ്കിൽ വളരെ ക്ലിയറായി പറയുന്നു, ഏതെങ്കിലും ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ടൈം ലൈനിൽ ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ പറഞ്ഞ ടേംസിൽ മാത്രമേ ഇത് പൂർത്തിയാവൂ എന്ന് അമേരിക്കയോട് പലയാവർത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഒറ്റ കാര്യം ഞാൻ അവസാനിക്കും. ഇറാൻ ഇപ്പോൾ പറഞ്ഞ ഒരുപക്ഷെ അണുബോംബിനേക്കാൾ കരുത്തുള്ള ആയുധം ഹോർമൂസ് കടലെടുക്ക് അവരുടെ കയ്യിലുണ്ട്. അതിന് താഴെ കൂടെ വലിയ ഇന്റർനെറ്റ് കേബിളുകൾ, കടൽ അണ്ടർ സീ കേബിളുകൾ പോകുന്നു. അത് ഭീഷണി എന്ന് പറഞ്ഞാൽ IRGC പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങൾ അതിലേക്ക് ലക്ഷ്യം വെക്കും. അത് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന അർത്ഥം. അത് മാരകമായ നാശമാണ്. അപ്പോൾ ഇറാന്റെ പക്കൽ ഇനിയും
ഇനിയും മാരകമായ എന്താണ് തന്ത്രങ്ങളുണ്ട്, നേർക്കുനേറല്ലാത്ത ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. നല്ലതാവില്ല. ഓക്കെ, യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക കൂടുതൽ തിടുക്കം കാണിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2800 കോടി മുതൽ 3500 കോടി ഡോളർ വരെയാണ് ഇതുവരെ ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചതെന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ രാജ്യത്തിന് അവരുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ഈ പൈസ മതി, ഈ തുക മതി. അത്രയും സാമ്പത്തികമായ ബാധ്യത ഇതിനോടകം തന്നെ അമേരിക്ക വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആയുധപ്പുരകളൊക്കെ കാലിയായി കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റ് ഇടങ്ങളിൽ വിന്യസിച്ചിരുന്ന സൈനികരെയും അതുപോലെ തന്നെ അവരുടെ ഈ ഉപകരണങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഈ ഏഷ്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അങ്ങനെ അമേരിക്ക നേരത്തെ എസ്കൻ സൂചിപ്പിച്ച പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.